സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ ക്രൂശിന്റെ മറവിലേക്ക് മാറ്റുമാറാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് കർത്താവിന്റെ ദാസൻ റോമാലേഖനം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഓർക്കുകയുണ്ടായി, എന്തായാലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാ എന്ന് ചിന്തിക്കാൻ ഇടയായി. കാരണം എന്തെന്നാൽ ദൈവം എനിക്ക് തന്ന അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ്. ഒരു വാക്ക് ഇതിനിടയിൽ കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി, നാവിന്റെ മേൽ ചൂട് പിടിച്ചാൽ ആമേൻ പിന്നെ അവര് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും എന്ന് ഇതിനിടയിൽ കർത്താവിന്റെ ദാസൻ ആമേൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ ക്രിസ്തുവിനെ സേവിപ്പാൻ കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കപ്പെട്ട നല്ല വചനം. ആമേൻ. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വചനം തിരുവചനത്തിന്റെ ചിന്തയ്ക്കായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2-ാം വാക്യമാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. ആമേൻ. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം 38-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 38-ാമത്തെ ദിവസവും സഹോദരിമാരും ദൈവദാസന്മാരൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടോ എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാണാപ്പാഠമാകുന്ന ഒരു വചനമാണ് ഞാൻ വായിച്ചത്. എന്നാൽ ദൈവം എനിക്ക് പ്രാർത്ഥനാ മുറിയിൽ തന്നത് അതാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ പറയുന്നത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ, സ്തോത്രം. നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഒരുമിച്ചല്ല. അവരവരുടെ ഭവനങ്ങളിലാണ് നമ്മൾ ഈ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസത്തിന്റെ 38-ാമത്തെ പകൽക്കാലവും ഒരു ദിവസം പോലും ഒരു സമയം പോലും കളയാതെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയ ദൈവമക്കൾ ഈ മീറ്റിംഗിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ഇരുന്നിരുന്ന വീട് നിറച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവ് മറിയോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലവും ആമേൻ ഞാൻ ഇരിക്കുന്ന സ്ഥലം ആമേൻ പരിശുദ്ധാത്മാവ് ഈ വീടിനകത്ത് ഇറങ്ങി വന്നാൽ ആമേൻ ഈ വീട് മുഴുവൻ നിറയുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ നിറവ് നമ്മളിടയിൽ ഇറങ്ങി വന്നാൽ ഒരു മുഴക്കമുണ്ടാകും. അതായത് അവിടെ ഒരു ചലനം സംഭവിക്കുവാനിടയാകും. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഏതെങ്കിലും വിഷയത്തിന്റെ മേൽ ഒരു പ്രവൃത്തിയില്ലാതെ ആമേൻ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും ഇത്രയും മീറ്റിങ്ങൾ കൂടിയിട്ടും ഇതിന്റെ മേലൊരു ചലനം കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, അതിൽ ചലനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആ വീടിനകത്ത് ഇറങ്ങി വരണം. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ താഴെ വായിക്കുമ്പോൾ പറയുന്നു, ആമേൻ, അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ഉള്ളതല്ല. ആ വീട് നിറച്ചത് തീയുടെ അഭിഷേകത്താലാണ്. ആമേൻ. സ്തോത്രം. അഗ്നിജ്വാല എന്ന് പറയുമ്പോൾ തീ കഷ്ണമാണ്. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. ആ വീട് മുഴുവനും നിറച്ചിരുന്നത് അവർക്ക് പ്രത്യക്ഷനായത്. ആമേൻ. അവരിൽ ഓരോരുത്തന്റെ മേൽ അത് പതിഞ്ഞു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഓരോരുത്തന്റെ മേൽ അത് പതിയുന്നത് അറിയാമോ? വിശ്വസിക്കുന്നവർക്ക് ഇത് ആമേൻ ഏറ്റെടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ 38-ാമത്തെ പകൽക്കാലവും ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കണം, ഈ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എനിക്ക് പ്രത്യക്ഷനാകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത തിരുവചനം, ആമേൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശക്തി, മാറ്റമില്ലാത്ത അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ പകരുവാൻ ഇടയാകും. പ്രിയതേ മക്കളെ, അപ്പോഴാണ് പറയുന്നത് അവരെല്ലാവരും
എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മ, നമുക്കറിയാം എലിസബത്തും മറിയയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവരിൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കറിയാം. ആമേൻ, സ്തോത്രം. എലിസബത്തിന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് പിള്ള തുള്ളുവാനുള്ള കാരണം എന്തെന്നറിയാമോ? ഈ അഗ്നിജ്വാല പോലെ പ്രാപിച്ചെടുത്ത അഗ്നിയുടെ നാവാണ്, അഭിഷേകത്തിന്റെ നാവ് കൊണ്ടാണ് അവിടെ അത് സംഭവിക്കുവാൻ ഇടയായത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, ദാഹിച്ചിരിക്കുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യം പകരുവാൻ ഇടയാകും. ആരാണ് കൊതിയോടിരിക്കുന്നുവോ, കർത്താവെ 38 നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ, ആമേൻ, ഈ പരിശുദ്ധമായ ശക്തി ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇനി എന്ത് തന്നെ നമ്മൾ ചെയ്താലും അതൊക്കെ പരാജയമായി തീരും. ആമേൻ, അവസാനം അതൊരു വ്യസനമായി തീരും. എന്നാൽ ആത്മാവ് നമ്മളോട് ഉച്ചരിച്ച്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവ് നമ്മോട് സംസാരിച്ചാൽ അത് വളരെ ഫലവത്തുണ്ടാകുവാൻ ഇടയാകും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിൽ ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, അഗ്നിരതമായ നാവുകൾ നമുക്ക് പ്രത്യക്ഷനാകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് അടുത്തതായിട്ട് നമുക്ക് ഒരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് വായിക്കാം. 6ഉം 7ഉം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് എന്റെ അധരങ്ങളെ തൊട്ടതിനാൽ എന്റെ അകൃത്യം നീങ്ങി, എന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാന്നുള്ള വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ, ആമേൻ ആമേൻ, ഉയർന്നും പൊങ്കിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ യെശയ്യാവ് കാണുന്നതായ ദൈവപ്രവൃത്തി കാണാമോ? നമുക്ക് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കണ്ടു. ആമേൻ, അഗ്നിരതമായ നാവുകൾ. ഇവിടെ നോക്കണം, കൊടിൽ കൊണ്ടൊരു തീക്കനൽ. ആമേൻ, സ്തോത്രം. ഈ പ്രവാചകന്റെ നാവിൽ തൊടിയിച്ചപ്പോൾ ആമേൻ, പാപത്തിന്റെ പരിഹാരം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എഫേസ്യ ലേഖനം 4:30 പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അവനാണല്ലോ നമുക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ ആരെങ്കിലും, ആമേൻ, വചനം പറയുന്നു എല്ലാ പാവവും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ഒരു പാവവും ക്ഷമിക്കുകയില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, ആമേൻ, എന്നാലും ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ഇവിടെ യെശയ്യാവ് പറയുന്നു, അയ്യോ, ഞാൻ ശുദ്ധിയുള്ള അതിരമില്ലാത്ത മനുഷ്യൻ, ഹല്ലേലൂയ, എന്ന് ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആമേൻ, ഇവരുടെ ഈ ജനത്തിന്റെ നടുവിൽ ഞാൻ പാർക്കുന്നു എന്നൊക്കെ യെശയ്യാവ് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, ഈ നാവിനെ തൊട്ടപ്പോൾ പാപബോധം വരുവാനിടയായി. ആമേൻ, സ്തോത്രം. യെശയ്യാവിന്റെ അധരത്തിന്റെ മേല് പാപത്താൽ ഞാൻ പാപമെന്ന് സമ്മതിപ്പാനിടയായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ഓർക്കണം, ഹല്ലേലൂയ, കർത്താവ്, ഹല്ലേലൂയ, ഏറ്റു പറയുക, ദൈവമേ, ചെയ്തു പോയ അധരം കൊണ്ട് ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുവാൻ, ഈ അഗ്നിരതമായ നാവ് എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കുവാൻ, പിളർന്നിരിക്കുന്ന നാവ് എന്റെ മേൽ വരാതിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയാതിരിക്കുവാൻ, എന്നിലുള്ള കുറവ് എന്റെ അധരത്തിലൂടെ വരുന്നത്, ആമേ, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, നിങ്ങളുടെ നാവിനെ തൊടിയിക്കുവാൻ ഒരു തീക്കനലുമായി ഈ ആത്മാവ് നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴാണ് പറയുന്നത്, ഞാൻ ആരയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. ഹല്ലേലൂയ. അപ്പോഴാണ് സുവിശേഷ വേലയ്ക്ക് ഒരു സമർപ്പണോടെ വരുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കേൾക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം, ഈ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആ പരിശുദ്ധ ശക്തി അവിടെ ഇറങ്ങി വന്നപ്പോൾ, യെശയ്യാവിന്റെ നാവിൽ തൊടിയിച്ചപ്പോൾ, ആരെ കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. അവിടെ ഒരു സമർപ്പണ ശുശ്രൂഷ നടക്കുകയാ. എന്താണെന്നറിയാമോ? യെശയ്യാവ് പറയുന്നു, അടിയേനിതാ, അടിയേനെ അയക്കണമേ. കർത്താവ് ആരെയും നോക്കുന്നില്ല. ജ്ഞാനിയാണോ, ബുദ്ധിമാനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ,
കഴിവുള്ളവനാണോ, കഴിവുള്ളവനാണോ, വലിയ വീട്ടിലെ മനുഷ്യയാണോ, സഹോദരിയാണോ എന്നൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്ന ഒറ്റ കാര്യം, ഹല്ലേലൂയ, ആ നിമിഷം യെശയ്യാ പ്രവാചകൻ സമർപ്പിച്ചപ്പോൾ ദൈവം അവനൊരു പ്രവാചകനായി തീർക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പല പ്രാവശ്യം പ്രവചിച്ചിരിക്കുന്നത് ആമേൻ അറിയുവാൻ കഴിയും, നമുക്ക് വായിക്കുവാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുകയാണ്, ആർ എനിക്ക് വേണ്ടി പോകും? ആമേൻ. ആരെ അയക്കേണ്ടു? ആമേൻ. അടിയനെ അയക്കണമേ കർത്താവേ എന്ന് സമർപ്പിച്ചാൽ ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുവാൻ ഇടയാകും. കർത്താവിന്റെ നാമത്തിനായിട്ട് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകും. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നാം ഓരോരുത്തരും ഫലമുള്ളവരായി തീരുവാനിടയാകും. കർത്താവ് നമ്മെ ഉപയോഗിക്കും കേട്ടോ. ആമേൻ. കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ നമ്മളെ കൊണ്ട് ദൈവം ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ദൈവം നമ്മളിലൂടെ ചെയ്യുവാനിടയാകും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേൻ ഈ പ്രഭാതം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ പ്രിയ ദൈവമക്കളെ നാം സമർപ്പിക്കാൻ ഇടയാകട്ടെ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപാകെ യെശയ്യാ പ്രവാചകൻ സമർപ്പിച്ചതുപോലെ ദൈവം ചോദിക്കുന്നു, ആരാകുന്നു എനിക്ക് വേണ്ടി പോകുന്നത്? ആമേൻ. സ്തോത്രം. ഞാൻ ആരെയാണ് അയക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് പറയണം, അടിയനെ അയക്കണമേ. സ്തോത്രം. ഞാൻ പറയാം, 1 കൊരിന്ത്യർ ലേഖനം 1:26-27 പറയുന്നു. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീഹന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. വായിക്കണേ, ഓർക്കണേ, നമ്മെ തിരഞ്ഞെടുക്കുവാൻ കാരണം എന്തെന്നറിയാമോ? അനേക ജ്ഞാനികൾ ഇവിടെ ഉണ്ടായിരുന്നു, അനേക ധനവാന്മാരിവിടെ ഉണ്ട്, ഹല്ലേലൂയ, വിവേകികളുണ്ട്, വിദ്യാസമ്പന്നന്മാരുണ്ട്. എന്നാൽ കർത്താവ് യാതൊരു കഴിവുമില്ലാതിരുന്ന നമ്മെ ആമേൻ സ്തോത്രം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ തിരഞ്ഞെടുപ്പ് എന്റെയും എന്റെ കുടുംബത്തിലും വരുവാനിടയായി. കാരണം എനിക്ക് ഹസ്ബൻഡും 2 മക്കളും ഞാനും, ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഈ സുവിശേഷ നിമിത്തം ആമേൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഹിന്ദു ദൈവത്തെ ആരാധിച്ച് വിഗ്രഹങ്ങളെ സേവിച്ച് അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി ജീവിച്ച എന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം വിടുവിച്ച സ്നേഹത്തിന്റെ വലിപ്പം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ മോൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു. കോഴിക്കോടാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ ഗോഡ്സൺ എന്നാണ് അവന്റെ പേര്. അവൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ കുടുംബമായി ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിച്ചു വരുന്നു. സ്തോത്രം. ഈ സ്നേഹം ഞങ്ങൾക്കും തന്നുവെങ്കിൽ, കർത്താവ് വിദ്യാഭ്യാസത്തെ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിന് അർഹതയല്ലായിരുന്നു. ആമേൻ. സമ്പന്നതയെ നോക്കിയിരുന്നെങ്കിൽ, യോഗ്യത ഉള്ളവർക്കായി ഇത് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് വരുവാൻ സാധ്യമില്ലായിരുന്നു. ആമേൻ. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ തിരുവചനം എടുത്ത് ഘോഷിപ്പാനും ആമേൻ ദൈവത്തിന് അടിയനെ ഏൽപ്പിക്കുന്നു എന്ന് സമർപ്പിക്കുവാനും ആമേൻ ഞങ്ങൾക്കും ഈ ഒരു വലിയ ഭാഗ്യം ദൈവം നൽകി തന്നു. സ്തോത്രം. ഭോഷത്വമായി നമ്മൾ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ വലിയൊരു സംഭവങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം, ഞങ്ങളെ തേടി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം, ഞങ്ങളെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹം എത്ര ഭയങ്കരമാണ്, അത് എത്ര വലുതാണ്, അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, ആ സ്നേഹത്തിന് അതിരുവരമ്പില്ലാതെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹം ഇന്നയോടെ നടത്തുന്നു. പ്രിയ ദൈവമക്കളെ, ആമേൻ. ഇന്ന് പകൽക്കാലം ആ യെശയ്യാ പ്രവാചകനിൽ തൊടിയിച്ചതായ ആ തീക്കനൽ നമ്മളിലും ഒന്ന് തൊടുവാൻ, ആമേൻ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഭവനത്തിനകത്ത് തന്നെ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ കുടുംബത്തിനകത്ത് തന്നെ നമ്മളിൽ തന്നെ ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തിന്റെ മുൻപാകെ മുട്ടുകുത്താത്തതൊന്നുമില്ല. ഈ ദൈവത്തിന്റെ ശക്തിയുടെ മുൻപാകെ തകരാത്തതൊന്നുമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം നമ്മുടെ മധ്യ ഇന്നും ജീവിക്കുന്നതിനായി ആമേൻ ജീവനുള്ള സാക്ഷിയായി ഹല്ലേലൂയ ദൈവത്തിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്
ഇന്ന് മീറ്റിംഗിലായിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിപ്പാനിടയാകും. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ആമേൻ, സ്തോത്രം, 10-ാം അധ്യായം, ഹല്ലേലൂയ, 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ മനുഷ്യരോട് സദൃശ്യനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു, ആമേൻ, ഉടനെ ഞാൻ വായി തുറന്നു സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെയും ദാനിയേൽ പ്രവാചകന്റെ അധരത്തെ ദൂതൻ ഇറങ്ങി തൊടുന്ന ഒരു അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടു അഗ്നിരഥമായ നാവുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് സൗജന്യമായി കൊടുക്കുന്ന. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ യെശയ്യാവിന്റെ നാവിൽ തൊടിയിച്ചതായ തീക്കനൽ. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഈ മനുഷ്യരോട് സദൃശ്യനായ ഒരുത്തൻ, ആമേൻ, എന്റെ അധരങ്ങളെ തൊട്ടു, ഉടനെ ഞാൻ വായി തുറന്ന് സംസാരിച്ചു. നമുക്ക് ദാനിയേലിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ദർശനങ്ങൾ വരുവാനുള്ള, ആമേൻ, സംഭവിക്കുവാനുള്ള കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ 1-ാമത്തെ അധ്യായം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ, ആമേൻ, സ്തോത്രം, ആമേൻ, പാർശ്യ രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ, ആമേൻ, ബെൽസസർ എന്ന പേരുള്ള ദാനിയേലിന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദാനിയേലിനോട് ദൈവത്തിന്റെ ദൂതനും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. കാരണം ദർശനങ്ങൾ കണ്ട് താൻ ഭയപ്പെട്ടു, നിരാശനായി, വിഷമവും പ്രയാസങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വളരെ നിരാശനായിരിക്കുമ്പോൾ, ആമേൻ, നിവർന്നു നിൽക്കുവാൻ, താഴെ വായിക്കുമ്പോൾ നമുക്കറിയാം, നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ, ആമേൻ, ദാനിയേലായിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു സമയത്ത് സിംഹത്തിന്റെ വായ്ക്കകത്ത് നിന്നും വിടിവിച്ച ദാനിയേലാണ്. ദൈവമഹത്വം കണ്ടവനാണ്, ദൈവ സാന്നിധ്യം അനുഭവിച്ചവനാണ്, ദൈവത്തിന്റെ മനോഹരത്വം കണ്ടവനാ, ദൈവശബ്ദം നിരന്തരമായി കേൾക്കുന്നവനാണ് ദാനിയേല്. എന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് വരെയും പാർശ്വദേശി പ്രഭു തടഞ്ഞു നിർത്തുന്നത് നമുക്കിതിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, പ്രിയ ദൈവമക്കളെ. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഇതൊക്കെ സംഭവിച്ചപ്പോഴും, ഞാൻ ചുരുക്കി ആ പോയിന്റ് മാത്രം പറയുന്നു, ഇങ്ങനെ സംഭവിക്കുമ്പോഴും, ഹല്ലേലൂയ, ദാനിയേലിന്റെ ജീവിതത്തില്, ആമേൻ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ അധരത്തെ ഒന്ന് തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഈ അധരത്തെ തൊട്ടപ്പോൾ, ആമേൻ, ആമേൻ, സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാവനയിൽ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് ദാനിയേല് സംസാരിച്ചിട്ടുണ്ടാവും. താൻ കണ്ട ദർശനങ്ങള്, താൻ കണ്ട വെളിപ്പാടുകള്, ദൈവം തന്നെ നടത്തിയത്, ദൈവം തന്നോട് സംസാരിച്ച വലിയ കാര്യങ്ങളെ, വൻ കാര്യങ്ങളെ കുറിച്ച് ദാനിയേല് സംസാരിച്ചിട്ടുണ്ടാവും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് പകൽക്കാലവും ദാനിയേലിന്റെ ദൈവം, ഹല്ലേലൂയ, യെശയ്യാവിന്റെ ദൈവം, ആമേൻ, 120 പേര് കൂടിയിരുന്ന ആ സംഘത്തിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സമർപ്പിക്കാമോ നമ്മുടെ അധരങ്ങളെ ഒന്ന് തൊടുവാൻ? ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ അധരം കൊണ്ട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ അധരത്തിന്റെ കാവൽ നിർത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സങ്കീർത്തനം 15 പറയുന്നു, നാവ് കൊണ്ട് കുരള പറയാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദോഷം പറയാതെ എന്റെ നാവിനെയും വ്യാജം പറയാതെ എന്റെ അധരത്തെയും സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഭക്തിയോട് ജീവിക്കുന്ന നമുക്ക്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം താഴെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഭക്തിയോടിരിക്കുന്നവരുടെ മേൽ പാപം കൂടാതിരിക്കുന്നവരെ ചേർപ്പാൻ കർത്താവ് വരുന്ന പോലെ ഈ ആത്മാവിന് നിറവുള്ളവരായി, ഈ ആത്മാവിന്റെ സാന്നിധ്യമുള്ളവരായി, പ്രിയ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം, കന്യകമാര് 10 പേര് അതിൽ ഒരുങ്ങിയിരുന്നവരാ. എന്നാൽ 5 പേര് മാത്രം അതിനകത്ത് ഒരുങ്ങി നിന്നവര്. എന്താണെന്നറിയാമോ? മണവാളന്റെ ശബ്ദം കേൾക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, വിളക്കെടുത്തുകൊണ്ട് പുറപ്പെടുവാൻ, ഹല്ലേലൂയ, 5 പേര് മാത്രം അതിനകത്ത് ബുദ്ധിയുള്ളവരായിരുന്നു. ആമേൻ. 5 പേര് അവിടെ നഷ്ടപ്പെടുവാൻ ഇടയായി. ആ
കാലഘട്ടത്തിലും ആ വചനത്തിന്റെ മുൻപിലുമാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വചനം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സംസാരിക്കുന്നത്. നമുക്കൊന്നുകൂടെ ഒരുങ്ങുവാൻ ഈ 38ാമത്തെ പകൽക്കാലവും കർത്താവിന്റെ ഈ സാന്നിധ്യം നമ്മുടെ വിളക്ക് കെട്ടുപോകാതെ, ശലോമോന്റെ വിളക്ക് ആലയത്തില് ആമേൻ പെട്ടകത്തോട് ചേർന്ന് ഇരുന്നു. അത് വിളക്ക് കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരുന്നു. ഹാലലൂയ. നാളുകളില് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ആമേൻ കരിന്തിരികൾ മുറിച്ചു മാറ്റി നമ്മുടെ വിളക്കിൽ എണ്ണയുള്ളവരായി ഈ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ആമേൻ ആത്മാവിന്റെ ശക്തിയിലൂടെ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഈ 38ാമത്തെ പകൽക്കാലവും നമുക്ക് സമർപ്പിക്കാം. എന്നാൽ 101ാമത്തെ സങ്കീർത്തനം ആമേൻ നമുക്ക് എടുക്കാം. അതിൽ 1-2 വാക്യം കൂടി വായിച്ച് ആമേൻ ഇതോടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നതെന്ന് അറിയാമോ? ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഞാൻ ദയയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഹല്ലേലൂയ. ഈ സാന്നിധ്യം നമ്മളിൽ വന്നാൽ പിന്നെ ദേവദാസൻ പറഞ്ഞു ആ നാവിന്റെ മേൽ ചൂട് പിടിച്ചു എന്ന്. പ്രിയ ദൈവമക്കളെ, ഈ ചൂട് പിടിച്ചാൽ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി പോകുവാൻ ഇടയാകും, ദൈവത്തിന് വേണ്ടി ഓടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ആമേൻ. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും? ഹല്ലേലൂയ. ഒരു ചോദ്യ ചിഹ്നമായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ആയിരിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് വരും. ആമേൻ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങി നിൽക്കുവാൻ ആമേൻ ഇവിടെ പറയുന്നു. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും? ആമേൻ. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന്റെ മുന്നിൽ വയ്ക്കുകയില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ഇവിടെ പറയുന്നു നമ്മുടെ വീടിനകത്ത് ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളില്, നമ്മുടെ ഭർത്താക്കന്മാരില്, അല്ല നമ്മൾ ചെല്ലുന്നിടത്ത് നീചകാര്യം നമ്മുടെ മുൻപിൽ വന്നാൽ പ്രിയ ദൈവമക്കളെ, അതിന് നമ്മൾ കൈയടിച്ചു കൊടുക്കരുത്, അത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വയ്ക്കരുത്. ആമേൻ. ആ പ്രവൃത്തി നമ്മൾ വെറുത്തു കളയണം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന തൊട്ടു മുകളിലെ വാക്യം, നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറണം. ഹല്ലേലൂയ. ഈ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുവാൻ, ഈ നിഷ്കളങ്കതയോടായിരിക്കാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഒരു നീചകാര്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വയ്ക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ നാവുകളെ പാപം ചെയ്യാതെ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ആമേൻ. ജനത്തിന് ആമേൻ പിതാവിനെ പോലെ, അബ്രഹാം നമ്മുടെ പിതാവിനെ പോലെ എന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും, വഞ്ചന ചെയ്യുന്നവരുടെ വീട്ടിൽ ഞാൻ വസിക്കുകയില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ ആമേൻ, നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു പാപത്തോട് ഇവിടെ പറയാം. ആമേൻ. ഈ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ആമേൻ ഒരു കാര്യം നമുക്ക് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെച്ചിട്ടുണ്ടോ? ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെയാണോ നടക്കുന്നത്? വക്രഹൃദയം എന്നോട് അകന്നിരിക്കുന്നുവോ? ആമേൻ. ദുഷ്ടതയെ ഞാൻ വെറുക്കുന്നുവോ? അതോ അതിന് അനുകൂലപ്പെടുകയോ ചെയ്യുന്നത്? പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ചെയ്താല് 38 ദിവസമല്ല, ആമേൻ, അതിന് ഇരട്ടി ദിവസം നമ്മൾ ദൈവപാദപീഠത്തിൽ ഇരുന്നാലും ഈ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ണമുള്ളവനെ ആമേ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുന്നവന് ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയാകും. പ്രിയ ദൈവമക്കളെ, കർത്താവിന് കഴിവ് യോഗ്യത ഒന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ വായിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി അഗ്നിരഥമായ നാവുകൾ. ഹല്ലേലൂയ. നമ്മുടെ യെശയ്യാവിൽ വായിച്ചു. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അഗ്നി ആമേൻ തീ പോലെ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവിടെ ആമേൻ കുടിൽ കൊണ്ട് ആമേൻ തൊടിയിച്ച തീക്കനൽ
ഹാലേലൂയ. അപ്പോഴാണ് യെശയ്യാവിന്റെ അധരം ശുദ്ധി പ്രാപിച്ചത്. ഹാലേലൂയ. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ആഗ്രഹിക്കണം നമ്മുടെ അധരങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ ഈ ശക്തി നാം അനുഭവിക്കുവാൻ ഇടയാകണം. 3-4 കാര്യം സങ്കീർത്തനത്തിലൂടെ ഞാൻ പ്രബോധിപ്പിച്ചല്ലോ. അത് നമ്മൾ ജീവിതങ്ങളിലെ, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് മാറ്റിവെക്കുവാൻ നാം തയ്യാറാവണം. പ്രിയ ദൈവമക്കളെ, ഭക്തിയുള്ളവരായി ജീവിക്കണം, ഭക്തിയുള്ള സഹോദരിമാരായി ജീവിക്കണം. വളരെ പ്രയാസങ്ങള്, വളരെ ദുഃഖങ്ങള്, വളരെ വിഷമങ്ങള്, വളരെ സങ്കടങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ തേടി വരും. ഹല്ലേലൂയ. ഒരുത്തൻ ദൈവത്തിന് വേണ്ടി നിന്നാൽ എങ്ങനെയെങ്കിലും അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളില്, ജീവിത സാഹചര്യങ്ങളില് എല്ലാം കടന്നു വരും. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ ഇടയാകും. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനം പറയുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു മിനിറ്റ്, ഒരു വാക്ക്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2:3-10. ആമേൻ, സ്തോത്രം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? വെളിപ്പാട് പുസ്തകം. ഞാൻ തന്നെ വായിക്കാം. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. വായിച്ചോ? സ്തോത്രം. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുന്നു സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം കാത്തതിനാൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്കിലും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആമേൻ, ആ നാളുകളിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തൊക്കെ കൊറോണ ഒത്തിരി പേരെ നശിപ്പിച്ചു കളഞ്ഞു, ഒത്തിരി പേര് ജീവിക്കുന്നു. എന്നാൽ വരാത്തവരുമുണ്ട്. ആമേൻ, ഈ രോഗം ബാധിക്കാത്തവരുമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, ആമേൻ, പരീക്ഷാ ദിവസത്തിൽ ദൈവം നമ്മെ കാക്കും. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. ഞാനും പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുത്തു കളയാതിരിപ്പാൻ ആമേൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. എന്താണ് നമുക്കുള്ള കിരീടം? എന്താണ് അത് പിടിച്ചുകൊള്ളുവാൻ? ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്നു, പിന്നെ 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആമേൻ, സ്തോത്രം. അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. പ്രിയ ദൈവമക്കളെ, നമുക്ക് അല്പമേ ശക്തിയുള്ളൂ ഈ ദൈവവചനം കാത്തു സൂക്ഷിപ്പാൻ. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന് മുമ്പാകെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെടുവാൻ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് അവിടെ പറയുന്നു, നമ്മെ ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തെ ഒരു തൂണാക്കും, അവൻ അവിടെ നിന്ന് ഓടിപ്പോകയില്ല. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചകളെ കണ്ട്, ആമേൻ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നതെ കണ്ട് മറ്റുള്ളവരെ എന്തൊക്കെ നമുക്ക് നേരെ ഉയർത്തി വന്നാലും അവിടെ ഒന്നും പതറിപ്പോകുകയില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവമാണ് ആലയത്തിനകത്തൊരു തൂണാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാവ് പറഞ്ഞതുപോലെ, ഞാൻ ആരയക്കണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? അടിയനിതാ, അടിയനയക്കണമേ എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ
ഹല്ലേലൂയ. ജയിക്കുന്നവനെ ദൈവം ഒരു തൂണാക്കും. സ്തോത്രം. ആലയത്തിൽ ഒരു തൂണാക്കും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ദൈവനാമത്തിനു വേണ്ടി നിൽക്കുവാൻ. ആമേൻ. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയാകുന്ന ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വചന പ്രബോധനത്തിൽ നിന്ന് താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇത് ഞാൻ മറ്റൊരു മെസ്സേജ് ആണ് ഇന്ന് പകൽക്കാലം ഇവിടെ സംസാരിപ്പാനൊക്കെയും ഞാൻ എഴുതി ഒക്കെ കുറിച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ 10 മണിക്ക് ആമേൻ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന വചനമാണ് പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ സംസാരിച്ചത്. ആമേൻ. സ്തോത്രം. ഞാൻ എഴുതി വെച്ച് കുറിച്ചു വെച്ചിരുന്ന വലിയൊരു കുറിപ്പ് എന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ 10 മണിയായപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആവശ്യമുള്ള വചനത്തിന്റെ വെളിപ്പാടും ദൂതുമാണ്. ഈ വചനമാണ് നിങ്ങളുടെ ദൂത്. വചനമാണ് നമ്മുടെ ജീവൻ. വചനമാണ് നമ്മുടെ ആരോഗ്യം. വചനമാണ് നമ്മുടെ ബലം. ആമേൻ. സ്തോത്രം. ഇങ്ങനെ എനിക്ക് തന്നത് ആമേൻ ഈ അഴിയിലൂടെ ദൈവാത്മാവാണ് നടത്തിക്കൊണ്ടുപോയത്. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.